ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി രുചിയുള്ള സിമ്പിൾ ചിക്കൻ പെരട്ട് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് ചെറു തീയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലൊരു വറുത്ത സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉപ്പും 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് മസാല ഒന്ന് ഇളക്കി ചിക്കനിൽ നല്ലോണം ഒന്ന് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. മസാല നല്ലോണം പുരട്ടിയതിലേക്ക് ഒരു 10 ചെറുള്ളി കട്ട് ചെയ്തതും 1 സവാള ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 തക്കാളി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും ചിക്കനിലേക്ക് നമുക്ക് പച്ചക്കന്നെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി വരട്ടിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും ഫുള്ള് വെള്ളം വറ്റിയിട്ടുണ്ടാവും. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കസൂരിമേത്തി ഉണ്ടെങ്കിൽ അത് ചൂടാക്കി കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മി ചിക്കനിലേക്ക് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി നമ്മളെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരിക്കലും തയ്യാറാക്കി നോക്കൂ. പിന്നെ നമ്മൾ ഇതുപോലെ ഇട്ടോ തയ്യാറാക്കുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് അധികം എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഉള്ളിയൊന്നും വഴറ്റാൻ നിൽക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കിഡു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് ഫോർ വാച്ചിങ്.